നമ്മുടെ സിറാലിയോങ്കാരുടെ ഒരു മെയിൻ ട്രാൻസ്പോർട്ട് മാർഗ്ഗമാണ് ഈ ഒക്കാട. അതായത് നമ്മുടെ നമ്മൾ ഇനി ഒക്കാടയൊക്കെ പിടിച്ചുകൊണ്ട് നേരെ പോകുന്നത് റോഡ് സൈഡിൽ ഇരുന്ന് നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന രണ്ട് ചേച്ചിമാരുടെ. കഴിഞ്ഞ ദിവസം ഇതിലേക്കൂടെ പോയപ്പോൾ കണ്ടതാണ്. ഇന്ന് അവിടെ ഉണ്ടാവും അറിയത്തില്ല, ഏതായാലും പോയി നോക്കാം. ഏതായാലും നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചേച്ചിമാർ അവിടെ ഉണ്ട്, ദേ പാചകവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിഷാണ് ഇവരുണ്ടാക്കുന്നത്. നമ്മുടെ പച്ചക്കായയാണ് പുഴുങ്ങുന്നത്. ഇത് റോബസ്റ്റ് ആണ്. റൂഗിയാത്തു ചേച്ചി റോബസ്റ്റ് പുഴുങ്ങുമ്പോൾ ഇപ്പുറത്ത് മെമുനാത്തു ചേച്ചി ഇതേണ്ട നല്ല പഴുത്ത മാങ്ങ ചെത്തി. അങ്ങനെ റോബസ്റ്റ പുഴുങ്ങിയതും പഴുത്ത മാങ്ങ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ദാ ചേച്ചി മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കഴിഞ്ഞ ഉടനെ നമ്മുടെ നാട്ടിലെ നാടൻ കിഴങ്ങില് കിഴക്കാന്നൊക്കെ പറയുന്നത് അത് ചെത്തിയെടുക്കാൻ തുടങ്ങി. പഴുത്ത മാങ്ങ, റോബസ്റ്റ പുഴുങ്ങിയത്, നാടൻ കിഴങ്ങ്, മധുരക്കിഴങ്ങ് ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ കരുതി ചേച്ചി വല്ല ആഫ്രിക്കൻ എരിശോരി വല്ലതും ആയിരിക്കും ഉണ്ടാക്കും. അപ്പോഴേക്കും എന്റെ എല്ലാ പ്രതീക്ഷിച്ചും തെറ്റിച്ചുകൊണ്ട് നമ്മുടെ റൂഗിയാത്തു ചേച്ചി ഇതേ സ്മോക്ക്ഡ് ഫിഷ് എടുത്ത് നുള്ളിപ്പറിക്കാൻ തുടങ്ങി. ഇത് എന്ത് മീനാണെന്ന് ചോദിച്ചപ്പോൾ ബൂങ്കാ ഫിഷ് എന്നാണ് പറഞ്ഞത്. ഈ ബൂങ്കാ ഫിഷ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ മെമുനാത്തു ചേച്ചി ഇങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം അരിഞ്ഞതിന് ശേഷം നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ആ റോബസ്റ്റയും കൂടെ എടുത്ത് മുറിച്ച് അതിനകത്തോട്ടിട്ട് അങ്ങനെ റോബസ്റ്റയും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞാണ്, ഇനി നേരെ കുക്കിംഗ് ആയിരിക്കും. അപ്പോഴല്ലേ നമ്മുടെ മെമുനാത്തും റൂഗിയാത്തും കൂടെ ഒരുമിച്ച് പോയിരുന്ന് മത്സരിച്ച് കപ്പ അരിയാൻ തുടങ്ങി. അങ്ങനെ ആദ്യം അരിഞ്ഞ സാധനമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് അവസാനം അരിഞ്ഞ കപ്പ നേരെ അടപ്പിക്കേ. അങ്ങനെ കപ്പ അവിടെ ഇരുന്ന് വേവുന്ന നേരം കൊണ്ട് നല്ല പഴുത്ത മുളക് ഇടിച്ച് പേസ്റ്റ് ആക്കി എടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ സ്മോക്ക്ഡ് ഫിഷ് മാത്രം പോരാ, കുറച്ച് പച്ചമീനും കൂടെ വേണം അത്രയും ഇതിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ. അങ്ങനെ കപ്പ അങ്ങോട്ട് പകുതി വെന്ത് കഴിഞ്ഞതും പഴുത്ത മാങ്ങയും പുഴുങ്ങിയ റോബസ്റ്റയും പച്ചമീനും ഉണക്കമീനും പഴുത്ത മുളകും പിന്നെ ഇവരുടെ ഒരു ലോക്കൽ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചിങ്ങെടുക്കും. ഇതാണ് കേട്ടോ നമ്മുടെ സിറാലിയോക്കാരുടെ ഏബെ. അപ്പോഴേ പുതിയൊരു ആഫ്രിക്കൻ വിശേഷവുമായി വീണ്ടും കാണാം.